RRB JEE നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. 7934ഓളം വേക്കൻസികളുള്ള ഈ ഒരു മാസീവ് റിക്രൂട്ട്മെന്റ് ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ഒരു അവസരം തന്നെയാണ്. കൃത്യമായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ 2025ഓടുകൂടി നിങ്ങൾക്കും മികച്ച ഒരു കേന്ദ്ര സർക്കാർ ജോലി സ്വന്തമാക്കാനായി സാധിക്കും. പക്ഷേ RRB JEE പ്രിപ്പറേഷൻ ഇനിയും തുടങ്ങാത്തവരാണോ നിങ്ങൾ? എങ്കിൽ സമൃദ്ധിയുടെ പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ നിങ്ങൾക്കും ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം പ്രിപ്പറേഷൻ ആരംഭിക്കാം. അതിനായി ടെക് PSC RRB JEE തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. RRB എക്സാമുകളിൽ മുൻവർഷത്തെ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് വളരെ ചെറിയ ഫീസിൽ സ്വന്തമാക്കാം. നോൺ ടെക്നിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് 1499 രൂപയ്ക്കും, ടെക്നിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് 2999 രൂപയ്ക്കും, ഇനി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പരീക്ഷകൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കുന്നവർക്ക് വെറും 3999 എന്ന നിസ്സാരമായ പ്രൈസിലും ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പം ഡൈജഷൻ എന്താണ്, ഡൈജസ്റ്റീവ് സിസ്റ്റം, അതിലുള്ള കോമ്പണൻസ്, പിന്നെ എങ്ങനെയൊക്കെയാണ് ഡൈജഷൻ നടക്കുന്നത്, ആൻഡ് ഫൈനലി ഫുഡിന്റെ അബ്സോർപ്ഷൻ, ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണ് ഫുഡ് അബ്സോർബ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്റർ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ബയോളജി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറെ ടേംസ് വരുന്നുണ്ട്. ബയോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പുതിയ ടേംസ് അല്ലെങ്കിൽ വലിയ പരിചയമില്ലാത്ത ടേംസ് ഒക്കെ വരും. തുടക്കത്തിൽ കുറച്ച് കൺഫ്യൂഷൻ പോലെ തോന്നും. ബട്ട് പ്രത്യേകത എന്താ വെച്ചാല് മിക്ക ടേംസും അതിന്റെ പ്രത്യേകതകൾക്ക് റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്താന്നൊക്കെ സൂചിപ്പിക്കുന്ന പേരുകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ഒരു അർത്ഥമൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു റിമെമ്പർ ദ ടേംസ് ഈസിലി. അപ്പൊ നമുക്കറിയാം നമ്മുടെ ബോഡിക്ക് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണമെങ്കിൽ വി നീഡ് എനർജി. അപ്പൊ ഈ എനർജി ഒക്കെ ബോഡിയിൽ ഉണ്ടാക്കണമെങ്കിൽ അതിന് നമുക്ക് ഫുഡ് കഴിച്ചേക്കും. സോ ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡില് കുറെ ന്യൂട്രിയൻസ് ഉണ്ട്. അതില് മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. സോ ഫുഡില് 2 ടൈപ്പ് ന്യൂട്രിയൻസ് ഉണ്ടാവും, മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും. അപ്പം മാക്രോ ന്യൂട്രിയൻസ് പറയുമ്പോൾ നമുക്ക് വലിയ അളവിലൊക്കെ കിട്ടേണ്ട ന്യൂട്രിയൻസിനാണ് നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ബോഡിയിൽ കുറെ അളവിൽ കിട്ടേണ്ട ന്യൂട്രിയൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, ഇതൊക്കെ നമുക്ക് ബോഡിയിൽ കുറെ അളവിൽ കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് മൈക്രോ ന്യൂട്രിയൻസ്, അതായത് ചെറിയ അളവിൽ കിട്ടേണ്ട ന്യൂട്രിയൻസ്. ഫോർ എക്സാമ്പിൾ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, സ്മോൾ ക്വാണ്ടിറ്റീസിൽ കിട്ടിയാൽ മതി. പിന്നെ വേറൊരു പ്രത്യേകത, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, ഇവയൊക്കെ ശരിക്കും ഇവരെ നമ്മൾ മാക്രോ മോളിക്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. മാക്രോ മോളിക്യൂൾസും മാക്രോ ന്യൂട്രിയൻസിന്റെയും അർത്ഥം ഡിഫറെന്റ് ആണ്. മാക്രോ മോളിക്യൂൾസ് വെച്ചാൽ ലാർജ് മോളിക്യൂൾസ് ആണ്. അതായത് ഇവരൊക്കെ ഫോർ എക്സാമ്പിൾ കാർബോഹൈഡ്രേറ്റ് എടുക്കും. സോ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് കുറെ മോളിക്യൂൾസ് ഇങ്ങനെ കൂടിച്ചേർന്ന് വലിയൊരു ലോങ് ചെയിൻ ആയിട്ടാണ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട് വലിയൊരു ടവർ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കും, വലിയ മോളിക്യൂൾസ് ആണ്. അപ്പം ഓരോ ബിൽഡിംഗ് ബ്ലോക്കിന് നമ്മൾ അതിനെ മോണോമർ എന്നാണ് പറയുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഇങ്ങനെ കുറെ മോണോമർ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ബിൽഡ് ചെയ്തിട്ടാണ് വലിയൊരു പോളിമർ ഉണ്ടാവുന്നത്. ഈ ഒരു പോളിമറിനെയാണ് നമ്മൾ മാക്രോ മോളിക്യൂൾ എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, ഇതൊക്കെ മാക്രോ മോളിക്യൂൾസ് ആണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ മോണോമർ എന്താ, അതായത് കാർബോഹൈഡ്രേറ്റ് ബിൽഡിംഗ് ബ്ലോക്ക് എന്താന്ന് ചോദിച്ചാൽ മെയിൻലി മോണോസാക്രൈഡ്സ് ആയിരിക്കും. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ്സിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. പിന്നെ അതേപോലെ പ്രോട്ടീൻസിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, ദെൻ ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ്സ് എന്നൊക്കെ പറയുമ്പം അതിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ്സ്,
പിന്നെ അതേപോലെ തന്നെ ഗ്ലിസറോൾ. അപ്പം ഇതൊക്കെയാണ് ഈ വലിയ വലിയ മാക്രോ മോളിക്യൂൾസിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ മോണോമേഴ്സ് എന്ന് പറയുന്നത്. ഡൈജഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം ഈ വലിയ വലിയ മാക്രോ മോളിക്യൂൾസിനൊക്കെ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ചെറിയ മോണോമേഴ്സ് ആക്കണം, അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്നത്. അതായത് മോണോസാക്രൈഡ്സ്, അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ്, ഗ്ലിസറോൾസ് ഇങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ന്യൂട്രിയൻസിനൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വലിയ മോളിക്യൂൾസ് ഉള്ള കാർബോഹൈഡ്രേറ്റ്സ് നിന്നും ബോഡിയിലുള്ള ബ്ലഡിന് അതേപോലെ അങ്ങോട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതിനെ ഇങ്ങനെ ചെറിയ ചെറിയ സിമ്പിൾ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്നത്. So it is the process of converting complex food substances into absorbable forms. അതിൽ ഡൈജഷനിൽ മെക്കാനിക്കൽ ഡൈജഷനും വരുന്നുണ്ട്, അതേപോലെ തന്നെ ബയോകെമിക്കൽ ഡൈജഷനും വരുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് വാട്ടർ വേണം, അതായത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ മെറ്റബോളിക് പ്രോസസ്സിനും വെള്ളം ആവശ്യമാണ്. പിന്നെ ബയോമാക്രോ മോളിക്യൂൾസ് ഇൻ ദ ഫുഡ് മസ്റ്റ് ബി ബ്രോക്കൺ ഡൗൺ ആൻഡ് കൺവേർട്ടഡ് ഇൻടു സിമ്പിൾ സബ്സ്റ്റൻസസ്. ഈ സിമ്പിൾ സബ്സ്റ്റൻസിനാണ് നമ്മൾ മോണോസാക്രൈഡ്സ്, അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾസ് എന്നൊക്കെ വിളിക്കുന്നത്. സോ ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് കടന്നു ചെല്ലാം. ദാറ്റ് ഈസ് ദി ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് എടുക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് രണ്ട് കോമ്പണൻസ് ആണുള്ളത്: അലിമെന്ററി കനാൽ ആൻഡ് ദി ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്. അലിമെന്ററി കനാൽ എന്ന് പറഞ്ഞാല് ഇറ്റ് ഇൻക്ലൂഡ്സ് മൗത്ത്, ഫാരിങ്സ്, ഈനസ് ഒക്കെ. അതായത് നമ്മുടെ ഫുഡ് കഴിച്ച് ഫുഡ് സഞ്ചരിക്കുന്ന ആ ഒരു പാത്തിനെയാണ് നമ്മൾ അലിമെന്ററി കനാൽ എന്ന് പറയുന്നത്. ഫുഡ് ട്രാവൽ ചെയ്യുന്ന പാസേജ്. സോ അലിമെന്ററി കനാൽ ഏതൊക്കെ കോമ്പണൻസ് ഏതൊക്കെയാ ചോദിച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് മൗത്ത്, ഓറൽ ക്യാവിറ്റി, ഓറൽ ക്യാവിറ്റി, ഫാരിങ്സ്, ഈസോഫേഗസ്, സ്റ്റമക്, ദെൻ ഡുവഡീനം, പിന്നെ സ്മോൾ ഇൻഡസ്റ്റൈൻ, പിന്നെ ലാർജ് ഇൻഡസ്റ്റൈൻ ആൻഡ് ഫൈനലി ആനസ്. ഇതാണ് നമ്മുടെ എലിമെന്ററി കനാൽ. അപ്പൊ ഫുഡ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന പാത്തിനാണ് നമ്മൾ എലിമെന്ററി കനാൽ എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാണ്ട് യു ഹാവ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്. ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് എലിമെന്ററി കനാലിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് എൻസൈംസ് ഉണ്ട്. അതായത് നമ്മുടെ ഡൈജഷനെ സഹായിക്കുന്ന കുറച്ച് പ്രോട്ടീൻ കോമ്പൗണ്ട്സിനാണ് നമ്മൾ എൻസൈംസ് എന്ന് പറയുന്നത്. പിന്നെ എൻസൈംസ് അല്ലാണ്ട് വേറെയും പല സാധനങ്ങളും ഈ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് റിലീസ് ചെയ്യാറുണ്ട്. അപ്പം ഇതൊക്കെ ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറെ പ്രോഡക്ട്സിന് അല്ലെങ്കിൽ സബ്സ്റ്റൻസസിന് റിലീസ് ചെയ്യുന്ന ഓർഗൻസിനാണ് നമ്മൾ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഏതൊക്കെ വെച്ചാൽ യു വിൽ ഹാവ് സലൈവറി ഗ്ലാൻഡ്സ്. സലൈവറി ഗ്ലാൻഡ്സിലാണ് സബ്മാക്സിലറി ആൻഡ് സബ്ലിംഗ്വൽ, പരോട്ടിഡ് ഗ്ലാൻഡ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ സലൈവറി ഗ്ലാൻഡ് ആണ്. ഇപ്പൊ സലൈവറി ഗ്ലാൻഡ് ഉണ്ട്, ദെൻ ലിവർ, ഗോൾ ബ്ലാഡർ, പാൻക്രിയാസ്, പിന്നെ അത് കൂടാണ്ട് സ്റ്റമക്കിൽ കുറച്ച് ഗാസ്ട്രിക് ഗ്ലാൻഡ്സ് ഉണ്ടായിരിക്കും. ഇൻഡസ്റ്റൈനിൽ കുറച്ച് ഇൻഡസ്റ്റൈനൽ ഗ്ലാൻഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇതിനൊക്കെയാണ് നമ്മൾ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദീസ് ആർ റെഫേർഡ് ടു ആസ് എക്സോക്രൈൻ ഓർഗൻസ്. ഓക്കെ, അപ്പം എക്സോക്രൈൻ ഓർഗൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡിയിൽ, ഒരു മിനിറ്റ് ഞാനൊരു പുതിയൊരു എക്സ്ട്രാ സ്ലൈഡ് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ. ഓക്കെ, സോ നമ്മുടെ ബോഡിയിൽ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഓർഗൻസ് ഉണ്ട്. എല്ലാ ഓർഗൻസിനെയും കുറിച്ചല്ല പറയുന്നത്, ചില ഓർഗൻസ്. എക്സോക്രൈൻ ഓർഗൻസും അതേപോലെ തന്നെ എൻഡോക്രൈൻ ഓർഗൻസ്. എക്സോക്രൈൻ ഓർഗൻസ് എന്ന് പറഞ്ഞ എൻഡോക്രൈൻ എടുക്കാം. എൻഡോക്രൈൻ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഹോർമോൺസിനാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, സോ എക്സോക്രൈൻ ഓർഗൻസ് പ്രൊഡ്യൂസസ് ഹോർമോൺസ് ആൻഡ് ഇവര് എൻഡോക്രൈൻ എന്ന് വിളിക്കാൻ കാരണം ഹോർമോൺസ് നേരെ ബ്ലഡിലോട്ടാണ് റിലീസ് ചെയ്യുന്നത്. സോ ഹോർമോൺസ് ആർ റിലീസ്ഡ് ഡയറക്ട്ലി ഇൻ ടു ബ്ലഡ്. ബ്ലഡിന്റെ ഉള്ളിലോട്ട് റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഓർഗൻസിനെ എൻഡോക്രൈൻ ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം എൻഡോ എന്ന് പറഞ്ഞാൽ എൻഡോ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് എന്നാണ്. ഇൻസൈഡ് ദി ബ്ലഡ്. ക്രൈൻ എന്ന് പറഞ്ഞാൽ ബ്ലഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വേർഡാണ്. അപ്പം ബ്ലഡിന്റെ ഉള്ളിലോട്ട് റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ എൻഡോക്രൈൻ ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. എക്സോക്രൈൻ ഓർഗൻസ് നേരെ ഓപ്പോസിറ്റ് ആണ്. ബ്ലഡിലോട്ടല്ല റിലീസ് ചെയ്യുക, ഔട്ട്സൈഡ് ദി ബ്ലഡ് ആണ് റിലീസ് ചെയ്യുന്നത്, അതായത് ഡക്റ്റ് വഴിയൊക്കെ. സോ ദീസ് ആർ റിലീസ്ഡ് ത്രൂ certain ducts into canals അല്ലെങ്കിൽ അലിമെന്ററി കനാലിലോട്ടൊക്കെ. അലിമെന്ററി കനാലിന്റെ ഉള്ളിൽ ബ്ലഡ് ഇല്ല, അതൊരു ട്യൂബാണ്. ഇപ്പൊ ട്യൂബിലോട്ട് അല്ലെങ്കിൽ ഡക്റ്റിലോട്ടൊക്കെ
റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളതിനെ എക്സോക്രൈൻ ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഒക്കെ എക്സോക്രൈൻ ഓർഗൻസ് ആണ്. എൻഡോക്രൈൻ എന്ന് പറഞ്ഞാൽ ഹോർമോൺസ് ആണ് റിലീസ് ചെയ്യുന്നത്, അത് ഡൈജഷൻ നല്ല ഇൻവോൾവ് ആയിരിക്കും. അപ്പം ഈ ഒരു ഡിഫറൻസ് ക്ലിയർ അല്ലേ? എക്സോക്രൈൻ ഓർഗൻസ് എന്താണ്, എൻഡോക്രൈൻ ഓർഗൻസ് എന്താണെന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എനി ഡൗട്ട്സ് ഉണ്ട്? സോ ബാക്ക് ടു ടോപ്പിക്. അപ്പൊ നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഉണ്ട്. ദീസ് ആർ എക്സോക്രൈൻ ഓർഗൻസ്. എൻസൈംസ് ആണ് മെയിൻ ആയിട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എലിമെന്ററി കനാൽ നോക്കാം. സോ എലിമെന്ററി കനാൽ എന്ന് പറയുമ്പോൾ മൗത്ത് മുതൽ ആനസ് വരെയുള്ള ആ ഒരു പാസേജ് ആണ് നമ്മൾ എലിമെന്ററി കനാൽ എന്ന് പറയുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്ത് നിന്നാണ്, എൻഡ് ചെയ്യുന്നത് ആനസ് വരെയാണ്. സോ ആന്റീരിയർ ഓപ്പണിംഗ്, അതായത് ഏറ്റവും പുറത്ത് മേലെയുള്ള ഓപ്പണിംഗ് ആണ്, ഫ്രണ്ട് സൈഡിലുള്ള ഓപ്പണിംഗ് ആണ് ആന്റീരിയർ ഓപ്പണിംഗ്. സോ എലിമെന്ററി കനാൽ ബിഗിൻസ് വിത്ത് ദ മൗത്ത്, ആന്റീരിയർ ഓപ്പണിംഗ് ഇസ് ദ മൗത്ത്. പോസ്റ്റീരിയർ ഓപ്പണിംഗ്, അതായത് ഏറ്റവും ബാക്കിലുള്ള ഓപ്പണിംഗ്, ഇറ്റ് ഓപ്പൺസ് ഔട്ട് പോസ്റ്റീരിയർലി ത്രൂ ദ ആനസ്. ഫുഡ് മൗത്ത് വഴി എൻ്റർ ചെയ്യുന്നു ആൻഡ് ബാക്കിയുള്ള അൺഡൈജസ്റ്റഡ് ഫുഡ് ആനസ് വഴി റിലീസ് ചെയ്യുന്നു. എലിമെന്ററി കനാലിലുള്ള ഫസ്റ്റ് കോമ്പണന്റ് ആണ് ഓറൽ കാവിറ്റി. ഓറൽ കാവിറ്റിനെ നമ്മൾ ബക്കൽ കാവിറ്റി എന്നും വിളിക്കാറുണ്ട്. പേര് ഓർത്തു വെക്കുക. ഓറൽ കാവിറ്റി ഇസ് ഓൾസോ നോൺ ആസ് ബക്കൽ കാവിറ്റി. ബക്കൽ കാവിറ്റി അല്ലെങ്കിൽ ഓറൽ കാവിറ്റിയിലാണ് നമ്മുടെ ടീത്ത് ആൻഡ് മസ്കുലർ ടങ് ഉള്ളത്. ഓക്കെ, സോ ടീത്ത്, ഹ്യൂമൻസിന്റെ കേസിൽ ടീത്ത് എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ടീക്കോഡോൺ അറ്റാച്ച്മെന്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഫേസിൽ നമുക്ക് താടിയായിട്ട് അപ്പർ ജോ ഉണ്ട്, ലോവർ ജോ ഉണ്ട്. ഓക്കെ, അതായത് താടിയലുണ്ട്. അപ്പൊ ഈ താടിയലിലെ ജോയില് കുറെ സോക്കറ്റ്സ് ഉണ്ടായിരിക്കും. ഈ സോക്കറ്റ്സിലെ ടീത്ത് ഇങ്ങനെ ഫിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ടീക്കോഡോൺ അറ്റാച്ച്മെന്റ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ജോ ബോൺ ഉണ്ട്, ജോയില് കുറെ സോക്കറ്റ്സ് ഉണ്ട്. ഈ സോക്കറ്റ്സിലോട്ട് അതിങ്ങനെ നമ്മുടെ ടീത്ത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എംബെഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ ടീക്കോഡോൺ അറ്റാച്ച്മെന്റ് എന്ന് വിളിക്കുന്നത്. ടീക്കോ എന്ന് വെച്ചാല് ഇറ്റ് മീൻസ് ജോ, ആൻഡ് ഡോൺ ആ വാക്കിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ടീത്ത് ആണ്. അപ്പോൾ ജോയിൽ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് അതിനെ ടീക്കോഡോൺ അറ്റാച്ച്മെന്റ് എന്ന് വിളിക്കുന്നത്. ദെൻ വേറൊരു നമ്മുടെ ഹ്യൂമൻസിന്റെ ടീത്തിന്റെ അറേഞ്ച്മെന്റ് വേറൊരു പ്രത്യേകതയാണ് ഡിഫ്യോഡോൺ ഡെന്റീഷൻ. ഡെന്റീഷൻ എന്ന് വെച്ചാൽ ടീത്തിന്റെ അറേഞ്ച്മെന്റിനാണ് നമ്മൾ ഡെന്റീഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഡിഫ്യോഡോൺ എന്ന് വെച്ചാൽ ഡിഫ്യോ മീൻസ് ടു. സോ ഇത് മീൻസ് മെജോറിറ്റി ഓഫ് മാമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസിൽ അവരുടെ ലൈഫ് സ്റ്റേജിൽ 2 സെറ്റ് ടീത്ത് വരുന്നുണ്ട്. ആദ്യം ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ആ ഒരു ടെമ്പററി പാൽപ്പല്ലിനാണ് നമ്മൾ ടെമ്പററി ടീത്ത് അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് ഓർ ഡെസിഡിയസ് ടീത്ത് എന്നൊക്കെ വിളിക്കുന്നത്. ആൻഡ് അത് മൊത്തം കൊഴിഞ്ഞ് അഡോൾട്സ് നമ്മൾ വയസ്സാവുമ്പോൾ വലുതാവുമ്പോൾ അത് മൊത്തം പോയിട്ട് നമുക്ക് കിട്ടുന്ന പെർമനന്റ് ടീത്തിനാണ് നമ്മൾ അഡൾട്ട് ടീത്ത് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 2 സെറ്റ് ഓഫ് ടീത്ത് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡിഫ്യോഡോൺ ഡെന്റീഷൻ എന്ന് വിളിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് ടീക്കോഡോൺ ഡെന്റീഷൻ, അതായത് ജോ സോക്കറ്റ്സിൽ, ജോ ബോണിലുള്ള സോക്കറ്റ്സിലാണ് നമ്മൾ ടീത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡിഫ്യോഡോൺ ഡെന്റീഷൻ എന്ന് പറയുമ്പോൾ ഹ്യൂമൻസിന് 2 സെറ്റ് ടീത്ത് ഉണ്ട്, മിൽക്ക് ടീത്ത് ആൻഡ് ദി അഡൾട്ട് ടീത്ത്. ദെൻ ഹ്യൂമൻസിന് 4 ടൈപ്പ് ടീത്ത് ആണുള്ളത്: ഇൻസിസേഴ്സ്, കനൈൻസ്, പ്രീമോളാർസ് ആൻഡ് മോളാർസ്. ഇവിടെ നോക്കിയാൽ നമ്മുടെ ഇതൊരു ജോയിന്റ് ഒരു സൈഡാണ്. നമുക്ക് ഹ്യൂമൻസിൽ 32 ടീത്ത് ആണുള്ളത്. അപ്പർ ജോയിൽ 16, ലോവർ ജോയിൽ 16. അപ്പം ഒരു സൈഡ് എടുക്കുക, ഒരു ജോയിന്റ് ഒരു സൈഡ് എടുക്കുക, ഹാഫ് എടുക്കുകയാണെങ്കിൽ 2 എണ്ണം ഇൻസിസേഴ്സ് ആണ്. സോ ഇൻസിസേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ടീത്ത് ആണ്. കൂടുതലും കട്ടിങ്ങിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ കട്ട് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഇൻസിസേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ കനൈൻസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഷാർപ്പ് ആയിട്ടായിരിക്കും. അതായത് നമ്മൾ ഇറച്ചിയൊക്കെ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മൾ കീറിയെടുക്കാൻ, കടിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ, മോസ്റ്റ്ലി ഫോർ ടയറിങ് ഫ്ലഷ് ഒക്കെ. പിന്നെ ഉള്ളതാണ് പ്രീമോളാർസ് ആൻഡ് മോളാർസ്. പ്രീമോളാർസും മോളാർസും മെയിൻലി ചവയ്ക്കാനും ച്യൂയിങ്ങിനൊക്കെയാണ് നമ്മൾ ഈ ടീത്തിനെ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു സൈഡ് നോക്കുകയാണെങ്കിൽ, അതായത് ഒരു ജോയിന്റ് ഒരു ഹാഫ് നോക്കുകയാണെങ്കിൽ, യു ഹാവ് 2 ഇൻസിസേഴ്സ്, 1 canine, 2 premolars and 3 molars. അതായത് 2, 1, 2, 3. അതായത് ഒരു ജോയിന്റ് ഒരു പകുതി നോക്കിയാൽ നമുക്ക് 2 ഇൻസിസേഴ്സ്, 1 canine teeth, 2 premolars and 3 molars. അപ്പം ഇതിനാണ് നമ്മൾ നമ്മുടെ ഡെന്റൽ ഫോർമുല എന്ന് പറയുന്നത്. 2123 by 2123. അതായത് ഒരു
നമ്മുടെ ജോയിന്റ് അപ്പർ ജോയിന്റ് ഒരു ഹാഫിലും ലോവർ ജോയിന്റ് ഒരു ഹാഫിലും ഏതൊക്കെ ടീത്ത് എത്ര എണ്ണം വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫോർമുലയാണ് നമ്മൾ ഡെന്റൽ ഫോർമുല എന്ന് വിളിക്കുന്നത്. സോ ഇൻ ഹ്യൂമൻസ് ദ ഡെന്റൽ ഫോർമുല ഇസ് 2123 by 2123. അതായത് അപ്പർ ജോയിന്റ് ഹാഫിലും 2123 ആണ്, ലോവർ ജോയിന്റ് ഹാഫിലും 2123 ആണ് അറേഞ്ച്മെന്റ്. അതായത് 2 ഇൻസിസേഴ്സ്, 1 canine, 2 premolars and 3 molars. This is important. Confuse ആകരുത്. 2123 by 2123. Then നമ്മുടെ ടീത്തിനെ മൊത്തം കവർ ചെയ്ത് ഉള്ള ഹാർഡ് പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് ഇനാമൽ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ പല്ലിനെയും ചവയ്ക്കാൻ വേണ്ടിയിട്ടും അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഹാർഡ് ചൂയിങ് സർഫസ് ആണ് ഇനാമൽ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ബക്കൽ ക്യാവിറ്റിയിൽ ടങ് ഉണ്ട്. ടങ് എന്ന് പറയുന്ന ഒരു മസ്കുലർ ഓർഗൻ ആണ്. ഇറ്റ് ഇസ് എ മൂവബിൾ മസ്കുലർ ഓർഗൻ. ടങ് നമ്മുടെ നാവ് ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റിയുടെ അടിയിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഫ്രീനുലം. സോ ഫ്രീനുലം എന്ന് പറയുന്നത് ടങ്ങിന് ഓറൽ ക്യാവിറ്റിനെ ഫ്ലോറിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ്. പിന്നെ ടങ്ങിന്റെ നമ്മുടെ സർഫസ് എടുക്കുകയാണെങ്കിൽ, മേലത്തെ സർഫസ് എടുക്കുകയാണെങ്കിൽ ഭയങ്കര സ്മൂത്ത് അല്ല. അതിലിങ്ങനെ കുറെ നമുക്ക് നാവിന്റെ മേലത്തെ സർഫസ് നോക്കിയാൽ കുറെ ഇങ്ങനെ തരിതരി ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും. അപ്പം അതാണ് ഇവിടെ കൊടുത്തത്. ഇങ്ങനെ കുറെ പ്രൊജക്ഷൻസ് ഉണ്ടായിരിക്കും. ഇതിനാണ് നമ്മൾ പാപ്പില്ല എന്ന് പറയുന്നത്. കുറെ ടൈപ്പ് പാപ്പില്ലകളുണ്ട്. ഈ പാപ്പില്ലേന്റെ ഉള്ളിൽ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ ടേസ്റ്റ് ബഡ്സ് എന്ന് വിളിക്കുന്നത്. സോ ടേസ്റ്റ് ബഡ്സ് ആണ് നമുക്ക് ഓരോ ഫുഡിന്റെ ടേസ്റ്റ് ഒക്കെ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ അപ്പർ സർഫസ് കണ്ടെയ്ൻസ് പാപ്പില്ലേ ആൻഡ് ഈ പാപ്പില്ലേന്റെ സർഫസിനുള്ളിൽ ടേസ്റ്റ് ബഡ്സ് ഉണ്ടായിരിക്കും. ടേസ്റ്റ് ബഡ്സ് വെച്ചിട്ടാണ് നമുക്ക് ഓരോ ഫുഡിന്റെ ടേസ്റ്റ് മനസ്സിലാവുന്നത്. അങ്ങനെ ഓറൽ ക്യാവിറ്റി കഴിഞ്ഞു. നെക്സ്റ്റ് അലിമെന്ററി കനാലുള്ള അടുത്ത സ്ട്രക്ചർ ആണ് ഫാരിങ്സ്. ഫാരിങ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പാസേജ് ആണ്. ഓറൽ ക്യാവിറ്റിയിൽ നിന്ന് ഈസോഫാഗസിലോട്ട് കണക്ട് ചെറിയൊരു കോമൺ പാത്വേ ആണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. ഫാരിങ്സിന്റെ പ്രത്യേകത ഫുഡിനും എയറിനും ഉള്ള ഒരു കോമൺ പാസേജ് ആണ്. സോ ഇറ്റ് ഇസ് എ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. അതായത് ഓറൽ ക്യാവിറ്റി ഉണ്ട്. ഓറൽ ക്യാവിറ്റി കഴിഞ്ഞിട്ട് സോ ഓറൽ ക്യാവിറ്റി ഉണ്ട്. ദിസ് ഇസ് ദ ഫാരിങ്സ്. ഫാരിങ്സ് ഒരു ഭാഗം ഈസോഫേഗസ് അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലോട്ട് പോകും. മറ്റേ ഭാഗം നമ്മുടെ വിൻ പൈപ്പിലോട്ടാണ് പോവുക, അല്ലെങ്കിൽ ട്രക്കിയ. അപ്പൊ വിൻ പൈപ്പും ഈസോഫേഗസും കൂടി ചേർന്നിട്ട് കോമൺ ആയിട്ടുള്ള പാസേജ് ആണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഫുഡ് ഈസോഫേഗസിലോട്ടാണ് പോകേണ്ടത്, വിൻ പൈപ്പിലോട്ട് പോകാൻ പാടില്ല. അപ്പൊ വിൻ പൈപ്പിലോട്ട് പോവാണ്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇവിടെ ഒരു അതായത് ഡോറ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ഡോർ അല്ലെങ്കിൽ ഫ്ലാപ്പിനാണ് നമ്മൾ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അതൊരു കാർട്ടിലേജ് ആണ്, മസിൽ അല്ല. ഫാരിങ്സും ഈസോഫേഗസും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മസിൽ കൊണ്ടാണ്. എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് അത് കാർട്ടിലേജ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ കാർട്ടിലേജിനസ് ഫ്ലാപ്പ്. നമ്മുടെ വിൻ പൈപ്പിന്റെ മേലെ ആയിരിക്കും ഉണ്ടാവുക ഒരു അടപ്പ് പോലെ. ഇറ്റ് പ്രിവെന്റ്സ് ദി എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു നമ്മുടെ ഗ്ലോട്ടിസ് അല്ലെങ്കിൽ ട്രക്കിയയിലോട്ട് ഫുഡ് എൻട്രി ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും. അതൊരു അടപ്പ് അല്ലെങ്കിൽ ഫ്ലാപ്പ് പോലെ ഉണ്ടായിരിക്കും. സോ ദിസ് ഇസ് എപ്പിഗ്ലോട്ടിസ്. നമ്മുടെ ഫാരിങ്സ് അതായത് ഗ്ലോട്ടിസിന്റെ മേലെ ഉണ്ടായിരിക്കും. ഇറ്റ് പ്രിവെന്റ്സ് ദി എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ട്രക്കിയ ഓർ വിൻ പൈപ്പ്. ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. അങ്ങനെ ഫാരിങ്സ് കഴിഞ്ഞു. ഫാരിങ്സ് അടുത്ത സ്ട്രക്ചർ ആണ് ഈസോഫേഗസ്. ഈസോഫേഗസ് എന്ന് പറയുന്നത് തിൻ ലോങ് ട്യൂബ്, ഒരു ഭയങ്കര തിൻ ലോങ് ട്യൂബ് ആണ്. ഈസോഫേഗസ് സ്റ്റമക്കിലോട്ട് അത് ലീഡ് ചെയ്യും. അപ്പം ഫുഡ് അല്ലെങ്കിൽ എലിമെന്ററി കനാലിന്റെ ഈസോഫേഗസും സ്റ്റമക്കും ഈസോഫേഗസ് സ്റ്റമക്കും കൂടി ചെയ്യുന്ന ആ ഒരു ജംഗ്ഷനിൽ ഇവിടെയും ഒരു ചെറിയൊരു ഡോറ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇവിടെ ഒരു ഫ്ലാപ്പർ, അതായത് അടയ്ക്കാൻ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനാണ് നമ്മൾ സ്ഫിങ്ക്ചർ എന്ന് വിളിക്കുന്നത്. അപ്പൊ കുറെ സ്ഥലത്തുകൾ ഇങ്ങനെ നമ്മുടെ അലിമെന്ററി കനാൽ പറയുമ്പോൾ ഓരോ ജംഗ്ഷനിലും കുറച്ച് സ്ഫിങ്ക്ചേഴ്സ് ഉണ്ടായിരിക്കും. സോ ഈസോഫേഗസിന്റെയും സ്റ്റമക്കിന്റെയും നടുവിലായിട്ടുള്ള സ്ഫിങ്ക്ചറിനെ നമ്മൾ ഗാസ്ട്രോ ഈസോഫേജിയൽ സ്ഫിങ്ക്ചർ എന്നാണ് വിളിക്കുന്നത്. ഗാസ്ട്രോ ഈസോഫേജിയൽ സ്ഫിങ്ക്ചർ is a muscular sphincter which regulates the opening of esophagus into stomach. Esophagus നിന്ന് സ്റ്റമക്കിലോട്ട് ഫുഡ് പോകുമ്പോൾ അവിടെ നിന്ന് ഫുഡിന്റെ ട്രാവലിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഗാസ്ട്രോ ഈസോഫേജിയൽ സ്ഫിങ്ക്ചർ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ബക്കൽ ക്യാവിറ്റി കഴിഞ്ഞു, ഫാരിങ്സ്, ഈസോഫേഗസ്. Now next structure is stomach. Stomach is located in the upper left portion of abdominal cavity. നമ്മുടെ abdominal cavity ന്റെ upper left പോർഷനിലാണ് സ്റ്റമക്ക് ഉണ്ടായിരിക്കുന്നത്. സ്റ്റമക്കിന് 4 ഭാഗങ്ങളാണ് ഉള്ളത്: കാർഡിയാക്, ഫണ്ടസ്, ബോഡി ആൻഡ് പൈലോറസ്. ഓക്കെ, അപ്പൊ കാർഡിയാക് ആണ് ഏറ്റവും മേലത്തെ പോർഷൻ. നമ്മുടെ ഈസോഫേഗസും സ്റ്റമക്കും കൂടി ചേരുന്ന
അല്ലെങ്കിൽ കൂടിച്ചേരുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ കാർഡിയാക് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഫുഡ്, ഇതിലൂടെ ഫുഡ് ഇങ്ങനെ പാസ് ചെയ്യും. സെക്കൻഡ് പാർട്ട് ഇസ് ഫണ്ടസ്. സ്റ്റമക്കിന്റെ സെക്കൻഡ് പോർഷൻ ആണ്. ദിസ് ഹെൽപ്സ് ഇൻ ദി സ്റ്റോറേജ് ഓഫ് ഫുഡ്. അപ്പൊ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ് സ്റ്റമക്കിൽ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഫണ്ടസ്. ദെൻ ബോഡി, മെയിൻ പാർട്ട് ഓഫ് ദി സ്റ്റമക് വിച്ച് സെക്രീറ്റ്സ് ഗാസ്ട്രിക് ജ്യൂസ്. നമ്മുടെ സ്റ്റമക്കിൽ ഡൈജഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റമക്ക് സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസ് ആണ് ഗാസ്ട്രിക് ജ്യൂസ്. അതൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ബോഡിയിലാണ്. ആൻഡ് ലാസ്റ്റ് പോർഷൻ ഇസ് പൈലോറസ്. പൈലോറസ് ആണ്, ഇവിടെയാണ് ഫുഡ് മിക്സിംഗ് ആൻഡ് ഗ്രൈൻഡിങ് നടക്കുന്നത്. ഫസ്റ്റ് ഇസ് കാർഡിയാക്, ഇവിടെയാണ് ഈസോഫേഗസ് സ്റ്റമക്കും മീറ്റ് ചെയ്യുന്നത്. ഇവിടെ കണ്ടു, ഇവിടെ ഒരു ഓപ്പണിംഗ്, ഇതിനെയാണ് നമ്മൾ ഗൈസ്ട്രോ ഈസോഫേജസ് സ്ഫിങ്ക്ചർ. ഇത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചർ ആണ്. കാർഡിയാക് കുറച്ചും കൂടി ഇവിടെയാണ്. ദെൻ ഫണ്ടസ്, ഫണ്ടസിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ബോഡി, ബോഡിയിലാണ് ഗാസ്ട്രിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി പൈലോറസ്, പൈലോറസിലാണ് ഫുഡിന്റെ മിക്സിംഗ് ആൻഡ് ഗ്രൈൻഡിങ് ഒക്കെ നടക്കുന്നത്. ദെൻ സ്റ്റമക്ക് കഴിഞ്ഞിട്ട് അടുത്ത സ്ട്രക്ചർ ആണ് ഡൂവഡീനം. അപ്പം ഡൂവഡീനും സ്റ്റമക്കും കൂടി ചേരുന്ന ഭാഗത്തും ഒരു സ്ഫിങ്ക്ചർ വരുന്നുണ്ട്. അതിനാണ് നമ്മൾ പൈലോറിക് സ്ഫിങ്ക്ചർ എന്ന് വിളിക്കുന്നത്. പൈലോറിക് സ്ഫിങ്ക്ചർ എന്ന് പറയാൻ കാരണം സ്റ്റമക്കിന്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ആണ് പൈലോറസ് എന്ന് പറയുന്നത്, അല്ലെ പൈലോറസ്. അപ്പൊ അതിന്റെ അടുത്തുള്ള സ്ഫിങ്ക്ചർ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ പൈലോറിക് സ്ഫിങ്ക്ചർ എന്ന് വിളിക്കുന്നത്. സോ ഓക്കെ, സോ സ്റ്റമക്ക് കഴിഞ്ഞു. അതിന്റെ അടുത്തുള്ള സ്ട്രക്ചർ ആണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പൊ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ 3 റീജൻസ് ഉണ്ട്: ഡുവഡീനം, ജജൂനം ആൻഡ് ഇലിയം. സോ ഡുവഡീനം എന്ന് പറയുന്നത് അതൊരു സി ഷേപ്ഡ് ആയിട്ടുള്ള കനാലാണ്. ദെൻ ജജൂനം ഇസ് ദ ലോങ് കോയിൽഡ് മിഡിൽ പോർഷൻ. ഇലിയം ഇസ് ദ ഹൈലി കോയിൽഡ് പോർഷൻ. ഇലിയം എന്ന് പറയുന്നത് ILEUM. സോ ഇലിയം ഇസ് ദ ഹൈലി കോയിൽഡ് പോർഷൻ. ജജൂനം ഇസ് ദ ലോങ് കോയിൽഡ് മിഡിൽ പോർഷൻ ആൻഡ് ഡുവഡീനം ഇസ് ദ സി ഷേപ്പ് പോർഷൻ. സ്റ്റമക്കിന്ന് ഡുവഡീനത്തിലോട്ട് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ഭാഗത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെ ഓപ്പണിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് പൈലോറിക് സ്ഫിങ്ക്ചർ. അതാണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഏറ്റവും ആദ്യം ഡുവഡീനം സി ഷേപ്ഡ് ആണ്. ദെൻ ജജൂണം മിഡിൽ കോയിൽഡ് മിഡിൽ പോർഷൻ ആൻഡ് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള പോർഷൻ ആണ് ഇലിയം എന്ന് പറയുന്നത്. സോ ബക്കൽ കാവിറ്റി, ഫാരിങ്സ്, ഈസോഫേഗസ്, സ്റ്റമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇനിയുള്ളത് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈനിലും ഇതേപോലെ 3 ഭാഗങ്ങളുണ്ട്: സീക്കം, കോളൻ ആൻഡ് റെക്ടം. സീക്കം എന്ന് പറയുന്നത്, സോ ഇതാണ് സീക്കം, പിന്നെ കോളൻ ആൻഡ് റെക്ടം. സീക്കം എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്മോൾ ബ്ലൈൻഡ് സാക്ക് ആണ്. ഇവിടെ നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള കുറെ സിംബയോട്ടിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടായി. സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസ് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നമുക്കും ആ മൈക്രോ ഓർഗാനിസംസിനും ബെനിഫിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പിനാണ് നമ്മൾ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമുക്കും ഗുണമുണ്ട്, അവർക്കും ഗുണമുണ്ട്. അങ്ങനത്തെ ഒരു കുറച്ച് സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ സീക്കത്തിലാണ് ഉണ്ടാവുക. ഈ സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയസ് ഒക്കെയാണ് മെയിൻലി ഉണ്ടാവുക. നമുക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ തരും, രോഗപ്രതിരോധ ശേഷിയൊക്കെ തരും. ദെൻ കോളൻ. കോളൻ ഇസ് ഡിവൈഡഡ് ഇൻടു അസെൻഡിങ്, ട്രാൻസ്വേഴ്സ് ആൻഡ് ഡിസെൻഡിങ് പാർട്സ്. ഇത് കണ്ടോ, മേലോട്ട് പോകുന്ന ആ ഭാഗത്തിന് അസെൻഡിങ് കോളൻ എന്ന് പറയും. ദെൻ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത് ട്രാൻസ്വേഴ്സ് കോളൻ, പിന്നെ താഴോട്ട് പോകുന്നതിന് ഡിസെൻഡിങ് കോളൻ. പിന്നെ അത് കൂടാണ്ട് ലാസ്റ്റ് ഒരു ടെർമിനൽ പോർഷൻ ഉണ്ട് വിച്ച് ഇസ് നോൺ ആസ് സിഗ്മോയിഡ് കോളൻ. ആൻഡ് ലാസ്റ്റ് പോർഷൻ ആണ് റെക്ടം. റെക്ടത്തിലാണ് അൺഡൈജസ്റ്റഡ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അത് ഫിൽ ആകുമ്പോൾ ഇറ്റ് ഇസ് ഇജക്റ്റഡ് ത്രൂ ദി ഓപ്പണിംഗ് കോൾഡ് ആനസ്. അത് കൂടാണ്ട് നമുക്ക് ഉള്ള ഒരു സ്ട്രക്ചർ ആണ് വേർമിഫോം അപ്പൻഡിക്സ്. അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമൊന്നുമില്ല, യൂസ്ലെസ് ആയ ഒരു ഓർഗൻ ആണ്, സ്ട്രക്ചർ ആണ്. അതിന് യൂസ്ലെസ് ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ വെസ്റ്റീജിയൽ ഓർഗൻ എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷനും ഇല്ല. പണ്ട് എങ്ങാനും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, ഇപ്പൊ ഒരു ഫംഗ്ഷനും ഇല്ല. വളരെ ചെറിയൊരു സ്ട്രക്ചർ ആയിട്ടാണ് ഉണ്ടാവുക. ഇറ്റ് ഇസ് എ ഫിംഗർ ലൈക്ക് ട്യൂബുലാർ പ്രൊജക്ഷൻ. സീക്കത്തിൽ നിന്നാണ് അറൈസ് ചെയ്യുന്നത്. സീക്കത്തിലാണ് കാണുന്നത് വേർമിഫോം അപ്പൻഡിക്സ്. ഓക്കെ, സോ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ എലിമെന്ററി കനാൽ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി. RRB JEE നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. 7934ഓളം വേക്കൻസികളുള്ള ഈ ഒരു മാസീവ് റിക്രൂട്ട്മെന്റ് ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ഒരു അവസരം തന്നെയാണ്. കൃത്യമായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ 2025 നിങ്ങൾക്കും മികച്ച ഒരു കേന്ദ്ര സർക്കാർ ജോലി സ്വന്തമാക്കാനായി സാധിക്കും. പക്ഷേ RRB JEE പ്രിപ്പറേഷൻ ഇനിയും തുടങ്ങാത്തവരാണോ നിങ്ങൾ? എങ്കിൽ സമൃദ്ധിയുടെ പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ നിങ്ങൾക്കും
ടെക് പി എസ് സിയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം പ്രിപ്പറേഷൻ ആരംഭിക്കാം. അതിനായി ടെക് പി എസ് സി RRB JEE തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. RRB എക്സാമുകളിൽ മുൻവർഷത്തെ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് പി എസ് സിയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് പി എസ് സിയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിലൂടെ ടെക് പി എസ് സി സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് വളരെ ചെറിയ ഫീസിൽ സ്വന്തമാക്കാം. നോൺ ടെക്നിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് 1499 രൂപയ്ക്കും, ടെക്നിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് 2999 രൂപയ്ക്കും, ഇനി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പരീക്ഷകൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കുന്നവർക്ക് വെറും 3999 എന്ന നിസ്സാരമായ പ്രൈസിലും ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.